ഹലോ എവരി വൺ. 10th ഫിസിക്സ് ചാപ്റ്റർ 1 സൗണ്ട് വേവ്സിന്റെ 5ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂമറിക്കൽസ് റിലേറ്റഡ് ടു വേവ് മോഷൻ ആണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ന്യൂമറിക്കൽസ് എന്ന് പറയുന്നത് ഗ്രാഫിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പാർട്ട് 4ൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്രാഫ് എന്താണെന്നും അതുപോലെ എന്താണ് വേവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്നും ആ ക്ലാസ് കണ്ട ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ക്ലാസ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വേവിന്റെ ഗ്രാഫാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു ഗ്രാഫ് വേവിന്റെ തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ നിന്ന് ഇതിൽ എത്ര ക്രസ്റ്റ് ഉണ്ടെന്നും എത്ര ട്രഫ് ഉണ്ടെന്നും എന്താണ് ഇതിന്റെ വേവ് ലെങ്ത്, 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഇത് ഏത് ടൈപ്പ് ഗ്രാഫ് ആണെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഇത് ഏത് ടൈപ്പ് ഗ്രാഫാ? താഴെ തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് ആണ്, മുകളിൽ തന്നിട്ടുള്ളത് ടൈം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? 2 ഗ്രാഫിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനകത്ത് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോവാം. എന്താണ് ഇവിടെ ഒരു ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു ക്രസ്റ്റ്? ഓർമ്മയില്ലേ? അതായത് ഇതിനകത്ത് ഏറ്റവും ഹൈറ്റ് കൂടിയ റീജിയൻ കണ്ടാ, ഇതിനെയാണ് എലിവേറ്റഡ് ആയിട്ടുള്ള ഈ പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഹൗ മെനി ക്രസ്റ്റസ് ആർ ദെയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. 1, 2, 3. അതുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറിൽ എത്ര ക്രസ്റ്റ് എന്ന് ചോദിച്ചതിന് 3 ക്രസ്റ്റ് എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര ട്രഫ് ഉണ്ടെന്നാണ്. ക്രസ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് ട്രഫും എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവണം അല്ലെ? അതായത് 1, 2, 3. ഓക്കെ, ഈ താഴെ ഇരിക്കുന്ന റീജിയനുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര ട്രഫ് ഉണ്ട് ഇവിടെ? 3 ട്രഫ് ഉണ്ട്. 3 ട്രഫ്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വേവ് ലെങ്ത്. വേവ് ലെങ്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലാംഡ എന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ വേവ് ലെങ്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ? അതായത് ഒരേ ഫേസിലുള്ള പാർട്ടിക്കിൾ തമ്മിലുള്ള അകലമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതെല്ലാ ഗ്രാഫിലും പറ്റില്ല. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ നോക്കണം? എന്താ ഒരേ അവസ്ഥയിലുള്ള പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുത്തു, ഇവിടെ ഒരു പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചോ. ഇവര് തമ്മിലുള്ള അകലം എത്രയാന്ന് നോക്കിയാൽ മതി. ഈ അകലം എത്രയാണ്? ഇവിടെ നിന്നിട്ട് ഇവിടം വരെ എത്രയാണ്? അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 8 മീറ്റർ. അതുകൊണ്ട് നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 8 മീറ്റർ. വേറെ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു 1 സൈക്കിൾ നോക്കിയാൽ മതി. 1 സൈക്കിളില് എത്ര ദൂരമാണ് ഇവിടെ ഗ്രാഫിൽ കവർ ചെയ്തിട്ടുള്ളത്, അതാണ് ലാംഡ ആയിട്ട് എഴുതേണ്ടത്. ഇത് ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഈ ഒരു ക്രസ്റ്റിൽ നിന്ന് അടുത്ത ക്രസ്റ്റ് വരെ എടുക്കാം. അതായത് ഒരേ അവസ്ഥയിലുള്ള പാർട്ടിക്കിൾ തമ്മിലുള്ള ദൂരം കണ്ടാ, ഇവരുടെ ഒരേ അവസ്ഥയിലാണല്ലോ. ഈ ദൂരം എടുത്താലും വേവ് ലെങ്ത് തന്നെ കിട്ടുള്ളൂ. നോക്കി, ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 എന്നാണ് അല്ലെ? ശരിയല്ലേ? 0 to 4. എവിടെ തീരുന്നേ? 10. ഓക്കെ, 2 മുതൽ 10 വരെ എത്ര ദൂരം ഉണ്ട്? 8 മീറ്റർ. അങ്ങനെ എടുക്കാം. പക്ഷെ ആദ്യം പറഞ്ഞാണ് കുറച്ചുകൂടി എടുക്കാനായിട്ടുള്ള എളുപ്പം അല്ലെ? ഒരൊറ്റ സൈക്കിൾ നോക്കിയാൽ മതി. ആ സൈക്കിളിൽ അത് കവർ ചെയ്ത് ദൂരം എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് അങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനും എളുപ്പം. ഇനി ഇൻ കേസ് ഗ്രാഫ് ഇതുപോലെയല്ല, ഗ്രാഫ് ഇതുപോലെ മേളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒക്കെ റയർ കേസാണ്. അങ്ങനെയൊക്കെ ഗ്രാഫ് വരുവാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം ഒരു സൈക്കിൾ തുടങ്ങി തീരുന്നത് വരെ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ലാംഡ വേവ് ലെങ്ത് ആയിട്ട് എടുക്കുക. അപ്പൊ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് ഏത് ഗ്രാഫ് ആയിരിക്കണം? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അതുപോലെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്തതും അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ഗ്രാഫ് ഉണ്ടെന്നുള്ളൂ. ഒരു ഗ്രാഫിന് പകരം 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടുത്തെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും വേവ് ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്? ഒരു സൈക്കിൾ തുടങ്ങി അത് തീരുന്നത് വരെ എടുക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയല്ല, തീരുന്നത് എവിടെയാണത്? ഇവിടെയാണ് കണ്ടാ, ഇവിടം വരെ എടുക്കാം. ഇതുവരെ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ. അല്ലെങ്കിൽ ഒരേ ഫേസിലുള്ള പാർട്ടിക്കിൾ. ഇത് ഒരേ ഫേസിലുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ. ഇവര് തമ്മിലുള്ള അകലമാണ് വേവ് ലെങ്ത്. അപ്പൊ എത്ര മീറ്റർ കിട്ടും? 4 മീറ്റർ. അതുപോലെ താഴെ നോക്കി, താഴെ ഇവിടെ നിന്ന് തുടങ്ങി ഇത് ഈ സൈക്കിൾ തീരുന്ന എവിടെയാ? ഇവിടെയാണ് കണ്ടാ. ഈ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്ററേ ഉള്ളൂ. അപ്പൊ ആദ്യത്തതിന്റെ വേവ് ലെങ്ത് λ1, ഫസ്റ്റത്തതിന്റെ വേവ് ലെങ്ത് 4 മീറ്റർ ആണ്. എന്നാൽ സെക്കൻഡിലെ വേവ് ലെങ്ത് എത്ര മീറ്റർ ആണ്? 2 മീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അതിന്റെ കൂടെ ചോദിച്ചേക്കുന്നത് ഈ 2 വേവുകൾക്ക് 1 സെക്കൻഡ് ടൈമിൽ. അപ്പൊ നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന സാധനം എടുത്തെഴുതാം. 1 സെക്കൻഡ് എന്ന് പറയുന്ന ടൈം ആണല്ലോ. t = 1 സെക്കൻഡ്. 1 സെക്കൻഡ് ടൈമിൽ എത്ര ദൂരം കവർ ചെയ്തു എന്ന് പറഞ്ഞേക്കണേ? ഡിസ്റ്റൻസ് 12 മീറ്റർ ആണ് അല്ലെ? ഡിസ്റ്റൻസ് ട്രാവൽഡ് 12
മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വേവ് ഇൻ ഈച്ച് കേസ്? രണ്ട് കേസിലുള്ള വേവിന്റെ ഫ്രീക്വൻസിയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രീക്വൻസി നമ്മൾ ഒരു സിമ്പിൾ റിലേഷൻ പഠിച്ചിട്ടില്ലേ? നമ്പർ ഓഫ് സൈക്കിൾസ് ഡിവൈഡ് ബൈ ടൈം. എന്നുണ്ട് നമ്പർ ഓഫ് സൈക്കിൾസ് ഇവിടെ നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം. ടൈം ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി കാണാൻ F1 ഈസ് ഈക്വൽ ടു അതിൽ എത്ര സൈക്കിൾ ഉണ്ടായി നോക്കണം, അത് ഡിവൈഡഡ് ബൈ ടൈം ചെയ്യണം. നമുക്ക് നോക്കാം അതിൽ എത്ര സൈക്കിൾ ഉണ്ടായിന്ന്. എങ്ങനെ നമ്മൾ സൈക്കിൾ ഉണ്ടെന്ന് ഇവിടെ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇതാ ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഒരു സൈക്കിൾ ആവുക. സെക്കൻഡ് സൈക്കിൾ ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ കംപ്ലീറ്റ് ആവുമ്പോൾ സെക്കൻഡ് സൈക്കിൾ. തേർഡ് സൈക്കിൾ ഇവിടെ നിന്ന് ആരംഭിച്ച്, അതായത് ഫസ്റ്റത്തതില് 3 സൈക്കിൾ ആണുള്ളത്. അത് കവർ ചെയ്തത് 1 സെക്കൻഡിലാണ് 3 സൈക്കിൾ ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയെന്ന് പറയാം? 3 ഹെർട്സ് ആണെന്ന് പറയാം. 3 ഹെർട്സ്. രണ്ടാമത്തെ വേവിന്റെ കേസിലോ? രണ്ടാമത്തെ വേവിന്റെ കേസിൽ രണ്ടാമത്തെ വേവിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടി ചെയ്യണം അല്ലെ? നമ്പർ ഓഫ് നമ്മൾ രണ്ടാമത്തെ വേവിന്റെ സൈക്കിളുകളുടെ എണ്ണം നമുക്ക് നോക്കാം എത്ര സൈക്കിൾ ഉണ്ടായിന്ന്. ഇവിടെ നോക്കിക്കോ, നമ്പർ ഓഫ് സൈക്കിൾസ് ഇവിടെ 1 2 3 4 5 6 അല്ലെ? 6 സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്ന പോർഷൻ ആണ് ഈ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ 6 സൈക്കിൾ ഉണ്ടായി. അത് എത്ര സെക്കൻഡിലാണ്? 1 സെക്കൻഡ് എന്ന ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 6/1 6 ഹെർട്സ് ആണ്. അപ്പൊ ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി 3 ഹെർട്സ് ആണ്. രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി 3 ഹെർട്സ് ആണ്. സോറി, ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി 3 ഹെർട്സ് ആണ്. രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി 6 ഹെർട്സ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ കൂടെ എന്താ ചോദിച്ചേക്കണേ നോക്കാം. ഏതിനാണ് ഹയർ വേവ് ലെങ്ത്, ഏതിനാണ് ഹയർ ഫ്രീക്വൻസി? നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. ഫസ്റ്റ് ഗ്രാഫിലെ വേവിനാണ് എന്ത്? ഹയർ ഫ്രീക്വൻസി. ഫസ്റ്റ് വേവിനാണ് ഹയർ ഫ്രീക്വൻസി അല്ല, ഹയർ വേവ് ലെങ്ത്. ലാംഡ വേവ് ലെങ്ത് അല്ലേ? ഹയർ വേവ് ലെങ്ത്. അതുപോലെ ആർക്കാണ് ഹൈ ഫ്രീക്വൻസി? ആർക്കാണ് ഫ്രീക്വൻസി കൂടുതൽ? പക്ഷെ ആർക്കാണ്? സെക്കൻഡ് വേവിനാണ് അല്ലെ? നോക്കി, ആദ്യത്തിന് 3 ഹെർട്സ് അല്ലേ ഉള്ളൂ, സെക്കൻഡിന് 6 ഹെർട്സ് ഉണ്ട്. അതുകൊണ്ട് സെക്കൻഡ് വേവിനാണ് മോർ വേവ് ലെങ്ത്, മോർ ഫ്രീക്വൻസി. അപ്പൊ ഫസ്റ്റ് വേവിനാണ് ഹയർ വേവ് ലെങ്ത്, സെക്കൻഡ് വേവിനാണ് മോർ ഫ്രീക്വൻസി. ഈ റിലേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചേക്കുന്നതാണ് അല്ലെ? വേവ് ലെങ്ത് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഫ്രീക്വൻസി കുറയും. ശരിയല്ലേ? ഒരു വേവിന്റെ വേവ് ലെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ കണ്ട, ആ വേവ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടി പോവില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസി എന്തെങ്കിലും കുറയും. അതേസമയം ഒരു വേവ് ലെങ്ത് കുറവാണെങ്കിലോ? കണ്ട, വേവ് ലെങ്ത് കുറവാണെങ്കിൽ ആ വേവിന് ഒരുപാട് എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഫ്രീക്വൻസി കൂടും. വേവ് ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി കുറയും, സ്പീഡിന് മാറ്റമില്ലെങ്കിൽ. ഇങ്ങനെ ഒരു റിലേഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനിലും ഇവിടെ തന്നിരിക്കുന്നത് സമയമാണ്. 1 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഈ വേവ് കവർ ചെയ്യുന്ന സമയം 1 സെക്കൻഡ് തന്നിട്ടുണ്ട്. അതുപോലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ? വേവ് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 6 മീറ്റർ. അത് ഓൾറെഡി തന്നിട്ടില്ലെങ്കിൽ പോലും ഗ്രാഫിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റണം കേട്ടോ. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണെന്നുള്ള കാര്യം അറിയാലോ. താഴെ ഡിസ്റ്റൻസ് മേളിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ കവർ ചെയ്ത ഡിസ്റ്റൻസ് 6 മീറ്റർ ആണ്. നമ്മളോട് എന്തൊക്കെ കാണാൻ ചോദിച്ചിട്ടുണ്ട്? നമ്മൾ ആദ്യം സ്പീഡ് കാണാൻ ചോദിച്ചിട്ടുണ്ട്, ഫ്രീക്വൻസി കാണാൻ ചോദിച്ചിട്ടുണ്ട്, ലാംഡ വേവ് ലെങ്ത് കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും കണ്ടുപിടിക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി എന്ന് തുടങ്ങാം. ഓക്കെ, ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? തൊട്ടുമേളിൽ കണ്ടുപിടിച്ചല്ലേ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ എത്ര സൈക്കിൾ ഉണ്ടായി നോക്കാം. ഇവിടെ എത്ര സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ട്? എണ്ണിക്കോളൂ. ഇത് കംപ്ലീറ്റ് ആയപ്പോ 1 സൈക്കിളായി അല്ലെ? നെക്സ്റ്റ് സൈക്കിളായി 3 സൈക്കിൾ. അതായത് ഇവിടെ 3 സൈക്കിൾ ആണ് കംപ്ലീറ്റ് ആയത്. എത്ര സെക്കൻഡ് ടൈമിലാണ് ടൈം അവർ തന്നിട്ടുണ്ട്? 1 സെക്കൻഡിൽ. അപ്പൊ എന്ത് എഴുതാം? 3/1. അതായത് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ഹെർട്സ് ആണ്. 3 ഹെർട്സ്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി കാണാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ലാംഡ. ഇവിടുത്തെ ലാംഡ വെരി സിമ്പിൾ. ലാംഡ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 1 സൈക്കിൾ തുടങ്ങി തീർന്നപ്പോൾ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ശരിയല്ലേ? 1 സൈക്കിൾ തുടങ്ങി തീർന്നപ്പോൾ അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു ഇവിടെ നോക്കി. ഇതാണല്ലോ ഒരു സൈക്കിൾ അല്ലെ? 1 സൈക്കിൾ തുടങ്ങി തീർന്നപ്പോൾ അത് കവർ ചെയ്തത് ഇവിടെ നോക്കിയാൽ ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്, 2 മീറ്റർ. ഓക്കെ, therefore wavelength of the given wave is 2 meter.
ലാംഡ ഇസ് ഈക്വൽ ടു 2 മീറ്റർ. ഇനി മൂന്നാമത്തത് സ്പീഡാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കിപ്പോ രണ്ട് മെത്തേഡ് ഉണ്ട്. അതിനാണ് ഞാൻ ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിച്ചത്. രണ്ട് രീതിക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അവിടുന്ന് വെലോസിറ്റി കാണാൻ എന്താ ചെയ്യണ്ടേ? ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം. അപ്പൊ ഒരു മെത്തേഡ് അതാണ്, ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം. ഇവിടെ കവർ ചെയ്ത ഡിസ്റ്റൻസ് ഓൾറെഡി അറിയാലോ. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്? 6 മീറ്റർ അല്ലെ? 6 മീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. എത്ര സെക്കൻഡിലാണ് 6 മീറ്റർ കവർ ചെയ്ത് നോക്കി? 1 സെക്കൻഡില്. അപ്പൊ എന്ത് പറയാം? 6 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ഈ വേവ് സഞ്ചരിക്കുന്നത്. ശരിയല്ലോ? ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ടില്ലേ ഈ വേവ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്? 6 മീറ്റർ. എത്ര സെക്കൻഡിൽ? 1 സെക്കൻഡിൽ. അപ്പൊ 1 സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്യും? 6 മീറ്റർ. ഡയറക്റ്റ് വന്നേക്കാം. കണ്ടോ? 6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ. രണ്ടും പഠിച്ചു വെച്ചേക്കാം. രണ്ടാമത്തെ മെത്തേഡ് V ഇസ് ഈക്വൽ ടു എഫ് ലാംഡ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീക്വൻസി നോക്കാം. എന്താ ഈ വേവിന്റെ ഫ്രീക്വൻസി? 3 അല്ലെ? ഈ വേവിന്റെ വേവ് ലെങ്ത് 2. 3 × 2 6 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ രണ്ട് രീതിക്ക് എന്ത് ചെയ്യാം? വേവ് ലെങ്ത് സ്പീഡ് ഓഫ് വേവ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്ന് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻറ്റു ടൈം, അത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളതാണ് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോഴും. രണ്ടാമത്തത് ഗ്രാഫിന്റെ കേസിൽ വേവിന്റെ ഗ്രാഫ് വരുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് V ഇസ് ഈക്വൽ ടു എഫ് ലാംഡ, സ്പീഡ് കാണാനുള്ള. അപ്പൊ ഈ മൂന്നും കാണാൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്ന് ഫ്രീക്വൻസി കാണാൻ, രണ്ട് ലാംഡ കാണാൻ, അതുപോലെ സ്പീഡ് കാണാൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കും. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിനിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫ്രീക്വൻസി ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ ടൈം പീരീഡ് എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ടെന്നുള്ളൂ. നമ്മൾ ഇതിന് മുന്നുള്ള ക്വസ്റ്റിനൊന്നും അവര് ടൈം പീരീഡ് ചോദിച്ചിട്ടുണ്ടായില്ല. ഈ ക്വസ്റ്റിനിൽ അവർ ടൈം പീരീഡ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഗ്രാഫിൽ നിന്ന് എന്തെല്ലാം ഐഡിയ കിട്ടും എന്നുള്ളത് കൃത്യമായി എടുത്തെഴുതണം അല്ലെ? അതിനുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന ഗ്രാഫ് ശ്രദ്ധിച്ചോ, ഇത് താഴെ ടൈം ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മാർക്ക് പോകും കേട്ടോ. ടൈം ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ്. ഇത് മുന്നേ തന്നതുപോലെ അല്ല. ടൈം ആണ് താഴെ കിടക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈം ആണ് കിടക്കുന്നത്. ഇതിന് മുന്നേ എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ എക്സ് ആക്സിൽ എന്താണ്? ടൈം ആണ് കിടക്കുന്നത്. ആ ഒരു ചിന്ത ഉണ്ടാവണം കേട്ടോ. ഇനി ക്വസ്റ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? വേവിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ? എത്ര തന്നേക്കുന്നത്? 3.2 മീറ്റർ പെർ സെക്കൻഡ്. വേറെ എന്തെല്ലാം നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും? ഗ്രാഫിൽ നിന്ന് എന്തെല്ലാം കിട്ടും? നമ്പർ ഓഫ് സൈക്കിൾസ് കിട്ടും അല്ലെ? എത്ര സൈക്കിൾ ഉണ്ട്? ഞാൻ നേരത്തെ എണ്ണിയ പോലെ ഇനി എണ്ണുന്നില്ല. 1 2 3 3 സൈക്കിൾ അല്ലേ? നമ്പർ ഓഫ് സൈക്കിൾ ഈസ് ഈക്വൽ ടു 3. ഏതില്? ഫസ്റ്റ് ഗ്രാഫിൽ അല്ലെ? ഫസ്റ്റ് ഗ്രാഫില് 3. ഇനി സെക്കൻഡ് ഗ്രാഫിൽ വരുമ്പോ എത്രയുണ്ടെന്ന് നോക്കി. 1 2 3 4 5 6 സൈക്കിൾ അല്ലേ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്പർ വേണേ N1 N2 എന്നൊക്കെ വേണേ കൊടുക്കാം. സെക്കൻഡ് ഗ്രാഫില് 6 സൈക്കിൾ. വേറെന്താ ഈ ഗ്രാഫിൽ നിന്ന് ഐഡിയ കിട്ടുന്നത്? ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചോളണം. അതായത് നേരത്തെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു താഴെ. അതുകൊണ്ട് 1 സൈക്കിൾ കവർ ചെയ്തപ്പോൾ എക്സ് ആക്സിസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരുന്നു? ലാംഡ ആയിരുന്നു, വേവ് ലെങ്ത് ആയിരുന്നു. എന്നാൽ ഈ ഗ്രാഫിൽ അങ്ങനെയല്ല. ഇത് ടൈം ആണ് താഴെ. അതുകൊണ്ട് ഒരു സൈക്കിൾ തുടങ്ങി തീരുന്നത് വരെയുള്ള ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടൈം പീരിയഡ് ആണ്. അതുകൊണ്ട് ഒരു സൈക്കിൾ തുടങ്ങി തീരുന്ന വാല്യൂ എത്ര? ഇതിനകത്ത് 8 അല്ലേ? ഒരു സൈക്കിൾ തുടങ്ങി തീരുന്ന 8 സെക്കൻഡിന് നിങ്ങൾ എടുക്കേണ്ടത് ലാംഡ ആയിട്ടല്ല, ടൈം പീരിയഡ് ആയിട്ടാണ്. ഓക്കെ, അത് നോട്ട് ചെയ്തോളണം കേട്ടോ. 1 സൈക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ടൈം പീരീഡിനെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്തോളണം. ഒരു സൈക്കിൾ. കാരണം ഇത് ഏത് ഗ്രാഫിലാണ്? ഏത് ഗ്രാഫിലാ? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിലാണെങ്കിൽ ഒരു സൈക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ടൈം പീരീഡിനായിരിക്കും. ഇനി അഥവാ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫ് ആണെങ്കിൽ ഒരു സൈക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ലാംഡ, വേവ് ലെങ്തിനെ ആയിരിക്കും. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത് ഇത് കുട്ടികൾക്ക് മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളണം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും കാര്യങ്ങൾ അവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്ത് കണ്ടുപിടിക്കാം. ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓക്കെ, ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക? എഫ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഗ്രാഫ് അല്ലെ? ഫസ്റ്റ് ഗ്രാഫിന് നമുക്ക് ആദ്യം ചെയ്യാം. ഫസ്റ്റ് ഗ്രാഫ് അതുപോലെ തന്നെ കേട്ടോ സെക്കൻഡ് ഗ്രാഫിന്റെ ചെയ്യേണ്ടേ. ഫസ്റ്റ് ഗ്രാഫിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എഫ് ഈസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ ടി. എത്ര സൈക്കിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കി. എത്ര സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്? 3 സൈക്കിൾ. ഫസ്റ്റ് ഗ്രാഫിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന 3 സൈക്കിൾ. അതിനുവേണ്ടി എടുത്ത സമയം n ബൈ ടി. യെസ്, അത് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം കേട്ടോ. എവിടെ നോക്കി? ടോട്ടൽ ടൈം എത്രയാ? 24 സെക്കൻഡ്. അതും ഗ്രാഫിൽ നിന്ന് കിട്ടുന്നതാണ്. ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയൊക്കെ കൃത്യമായിട്ട് എഴുതിക്കൊള്ളണം കേട്ടോ. ടി ഈക്വൽ ടു 24. ഫസ്റ്റ് ഗ്രാഫിന്റെ ടൈം. ഫസ്റ്റ് വേവ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അതും കൂടെ ഒന്ന് എടുത്തു വെച്ചേക്കണേ. ഫസ്റ്റ് 24 സെക്കൻഡ് ആണ് ഫസ്റ്റ് വേവ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രാഫ്.
സെക്കൻഡ് വേവിന് എടുത്ത ടൈം കണ്ടോ, അത് തന്നിട്ടില്ല, അത് ഗ്രാഫ് ഉള്ളത് കൊണ്ടാണ് അത് തരാത്തത് കേട്ടാ. ഇത് ടൈമിന്റെ ഗ്രാഫ് ആണല്ലോ, അപ്പൊ ഇത് ടോട്ടൽ കവർ ചെയ്യാൻ എടുത്ത സമയത്ത് രണ്ടാമത്തെ വേവിന് 6 സെക്കൻഡ്. അത് മനസ്സിലാക്കിക്കൊള്ളണം. ടി ഇസിക്കൽ ടു 6 സെക്കൻഡ്. ടി ഇസിക്കൽ ടു 6 സെക്കൻഡ്, അത് സെക്കൻഡ് വേവിന്. ഇനി ഒന്നുമില്ല, ഇനി നമ്മൾ നേരെ കൊടുക്കാം. അപ്പൊ എന്ത് വരും? 3 സൈക്കിൾ അല്ലേ, 3 സൈക്കിളിന് എത്ര സമയം എടുത്തു നമ്മൾ പറഞ്ഞ 24 സെക്കൻഡ്. 3/24. വേണമെങ്കിൽ ഇതിനെ നമുക്ക് 1/8 ടൈം അല്ലേ, 1/8 അല്ല സോറി ഫ്രീക്വൻസി 1/8 ഹെഡ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ എഴുതാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, 0.12 ഹെഡ്സ് എന്ന് എഴുതാം. ഡിവൈഡ് ചെയ്തിട്ട് 0.12 ഹെഡ്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ കട്ട് ചെയ്ത് പോകാനും മുന്നോട്ട് പോകുമ്പോഴൊക്കെ എളുപ്പം 1/8 എന്ന് എഴുതണമായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. 1/8 എന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. കാരണം ഈ 3നെ 3 വെച്ച് നമുക്ക് കട്ട് ചെയ്യാലോ. 3നെ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1. ഈ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മാറ്റി ഒന്നുകൂടി എഴുതിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകും. 24നെ 3 വെച്ച് കട്ട് ചെയ്ത് എത്ര വരിക? 8. 3 വെച്ച് മേളിലും താഴെ ഡിവൈഡ് ചെയ്തത്, അതാണ് ഈ കട്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ടൈം പീരീഡ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു അല്ലെ, ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. അപ്പൊ വളരെ ശ്രദ്ധിക്കുക, ഇവിടെ ലാംഡ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് പഴയ ഗ്രാഫിൽ ചെയ്ത പോലെ ഇതാണ് ലാംഡ എന്ന് പറയരുത്. അത് വലിയ മണ്ടത്തരാണ് കേട്ടോ. ഈ കവർ ചെയ്തത് ലാംഡയാണെന്ന് പറയരുത്, കാരണം ഇത് ടൈമാണ് താഴെ കൊടുത്തേക്കുന്നത്. മറ്റതിൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഈ 8 എന്ന് കാണിച്ചിരിക്കുന്ന ടൈം പീരീഡ് ഞാൻ, അല്ലാണ്ട് ലാംഡേനെ അല്ല, അത് ലെങ്ത് അല്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, അത് സമയമാണ്, ടൈമാണ്. അതുകൊണ്ട് അങ്ങനെ എടുക്കരുത് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ലാംഡ ഇവിടെ കിട്ടൂല, നമുക്ക് ഇക്വേഷൻ വേണ്ടി വരും. ഏത് ഇക്വേഷൻ? എന്താ ഇവിടെ സ്പീഡ് തന്നിട്ടില്ലേ, v ഇസിക്കൽ ടു എഫ് ലാംഡ. ലാംഡ കാണാൻ വേണ്ടിയിട്ട് v ഇസിക്കൽ ടു എഫ് ലാംഡ തന്നിട്ടുണ്ടല്ലോ. therefore ലാംഡ ഇസിക്കൽ ടു നമുക്ക് എന്ത് പറയാം, ഈ എഫിനെ ഇങ്ങോട്ട് ഇട്, ഇൻറ്റു എഫിനെ ഇങ്ങോട്ട് ഇടുമ്പോ v/f എന്നാക്കാലോ. v എത്രയാണ്? 3.2. എഫ് എത്രയാണ്? ഇവിടെയാണ് ഞാൻ എളുപ്പം കാണാന്ന് പറഞ്ഞത്. അതായത് 0.12 കൊടുക്കാണ്ട് എഫിന് നമുക്ക് 1/8 ഇട്ട് കൊടുക്കാം. 1/8 അങ്ങനെ ചെയ്താലുള്ള ഗുണം, 1/8നെ നമ്മൾ എങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന എങ്ങനെയാ? ഒരു ഫ്രാക്ഷനിൽ വേറൊരു ഫ്രാക്ഷൻ കയറി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് പഠിച്ചു വെച്ചോളാം. ഈ ഡിനോമിനേറ്ററിൽ ഈ വാല്യൂ ഇതിനെ തിരിച്ചിടണം. 1/8നെ തിരിച്ചിട്ട് എന്താ, 8/1 എന്നിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 3.2നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 8/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 24 അല്ലെ, 24.6 മീറ്റർ ആണ് ഇതിന്റെ വേവ് ലെങ്ത്. അല്ലാത്തവര് 8ഉം വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, 25.6 ആട്ടോ, 24.6 അല്ല, 25.6. കാരണം 32 × 8 അല്ലേ, നോക്കി 60 കണ്ടാ, 256 ആണ്. ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇടണം, കാരണം 3.2 ആണല്ലോ. അപ്പൊ 25.6, 25.6 മീറ്ററിന് ആൻസർ കിട്ടും. ഇതാണ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഈ പോകുന്ന വേവിന്റെ സ്പീഡ്. ഇനി നമുക്ക് ഫിഗർ ബിയിലും ഇതുപോലെ തന്നെ ചെയ്യണം. ഫിഗർ ബിയിലേക്ക് വരുമ്പോ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കുക? ആദ്യം തന്നെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കാണാൻ വേണ്ടി അവിടെ എത്ര സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്? നമ്പർ ഓഫ് സൈക്കിൾസ് ഡിവൈഡ് ബൈ ടൈം ആണ്. അവിടെ 6 സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി. കണ്ടാ, അവിടെ 6 സൈക്കിൾ ആണ് ഉണ്ടായത്. 6 സൈക്കിളിന് എടുത്ത സമയം 6 സെക്കൻഡ് ആണ്. അപ്പൊ അവിടെ എന്ത് കൊടുക്കണം? 6/6 വിച്ച് ഇസ് ഈക്വൽ ടു 1 ഹെഡ്സ് എന്ന് കിട്ടും. ഫ്രീക്വൻസി. അടുത്ത എന്താ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം അല്ലെ. v ഇസിക്കൽ ടു എഫ് ലാംഡയാണ്. അവിടെ നിന്ന് ലാംഡ കാണാൻ എന്താ ഇക്വേഷൻ? v/f എന്ന് ചെയ്യണം. ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? 3.2, മാറ്റമില്ലല്ലോ. ഫ്രീക്വൻസി 1 അല്ലെ, 1 ആണല്ലോ. അപ്പൊ 3.12 മീറ്റർ എന്ന് കിട്ടും ലാംഡ വാല്യൂ. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കണ്ടേ? വി ആയി ലാംഡയായി. ഇനി നമ്മൾ മൂന്നാമതായിട്ട് രണ്ടെണ്ണല്ലേ ചോദിച്ചിട്ടുള്ളൂ അല്ലെ, വിയും ലാംഡ. യെസ്, അത്രേ ഉള്ളൂ. വിയും ലാംഡ നമ്മൾ കണ്ടുപിടിച്ചു, 3.2 മീറ്റർ. നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിൽ എന്താണ് ചേഞ്ച് ഉള്ളതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതല്ല, ആക്ടിവിറ്റി 23. ഇതിൽ എന്താണ് ചേഞ്ച് ഉള്ളത്, ഇതിനകത്ത് ഏതാണ് ഡിഫറെന്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 2 വേവ് തന്നിട്ട് ഇതിന്റെ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കവർ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെ. ഇത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? 12 സെക്കൻഡ് ആണ് ഇതിന്റെ ടൈം വന്നേക്കുന്നത്. 2 വേവും ട്രാവൽ ചെയ്ത് 12 സെക്കൻഡ് ആണ്. അതുപോലെ ഇത് എത്ര സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്? 1 2 3. ഇത് എത്ര സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്? 1 2 3. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി ഒക്കെ സെയിം ആണ്. അപ്പൊ പിന്നെ എന്താണ് ഇവിടെ ഡിഫറൻസ് വരുന്ന സാധനം എന്തായിരിക്കും? ഒന്ന് നോക്കി, ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, ശരിയല്ലേ? നോക്കി, ഇതിന്റെ ഹൈറ്റിലല്ലേ വ്യത്യാസം വരുന്നത്? ഇത് ഇത്രയും ഹൈറ്റിലല്ലേ വന്നേക്കുന്നത് അല്ലെ, ഇത്രയും ഹൈറ്റിൽ എത്ര വന്നേക്കുന്നത്?
0.5. അപ്പൊ ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് 0.05 മീറ്റർ ആണ്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ മാക്സിമം ഹൈറ്റിനായിട്ട് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വൈബ്രേറ്റ് ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് ഇവിടെ എത്രയത്? 0.03. അപ്പൊ എന്താ ഡിഫറൻസ് ഉള്ളത്? ആംപ്ലിറ്റ്യൂഡ് ആണ് ഡിഫറൻസ് ഉള്ളത്. നമുക്ക് ഈ വേവിന്റെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് നമ്മൾ ഡ്രോ ചെയ്യുകയാണ്. ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ്. ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ രണ്ട് ട്രഫ്, ഓക്കെ, രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരം തന്നിട്ടുള്ളത് 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ സാധനം എന്താണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ട്രഫ് എന്ന് അവർ ഇൻഡയറക്ട്ലി തന്നിരിക്കും. ഫിസിക്സിൽ അങ്ങനെയാണല്ലോ, ചില സാധനങ്ങൾ ഇൻഡയറക്ട്ലി തരും. ബിറ്റ്വീൻ 2 ട്രഫ് എന്ന് നമുക്ക് തന്നിട്ടുള്ളത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് which is represented by lambda which is equal to 2 meter. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അവർ ഇൻഡയറക്ട്ലി തന്നിട്ടുള്ളത് ലാംഡയാണ്. അടുത്തെന്താ തന്നേക്കുന്നത്? ഫ്രീക്വൻസി അല്ലെ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ അല്ലെ? ഫ്രീക്വൻസി ആണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് ഈസ് ഗിവൺ ആസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഒന്നുമില്ല, ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ലാംഡ തന്നു, എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, വി അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇതാണ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോകുന്ന ഇക്വേഷൻ. ഇതിന് എഫ് കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ. വി എത്രയാണ്? 20. ലാംഡ എത്രയാണ്? 2. അപ്പൊ എന്ത് കിട്ടും? 10 ഹെർട്സ് ആണ് ഈ വേവിന്റെ ഫ്രീക്വൻസി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അത് ആ കോൺസെപ്റ്റ് മാത്രം. ആ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്ന ഐഡിയ മാത്രമാണ് ഫ്രഷ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ന്യൂമറിക്കൽ അല്ല, ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് 1 വേർഡ് ആൻസർ ആണ്. അതായത് സൗണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ്, സൗണ്ട് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ സൗണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ട്രാവൽ ചെയ്യുന്നത്? അതിലെ പാർട്ടിക്കിൾ ആണോ, വേവ് ആണോ, സോഴ്സ് ആണോ, മീഡിയ ആണോ? നമുക്കറിയാം പാർട്ടിക്കിൾ ഒരിക്കലും ട്രാവൽ ചെയ്യല്ല, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യും അല്ലെ? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് വേവ് ഉണ്ടാവണം, നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ട്രാവൽ ചെയ്യുന്ന സാധനം എന്താണ്? വേവ് ആണ്. വേവ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സൗണ്ട് ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് വേവ് ആണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലാണ്ട് പാർട്ടിക്കിൾ അല്ല. ഓക്കെ, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു, അതാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. സോഴ്സിന്റെ കാര്യം പിന്നെ സോഴ്സ് മൂവ് ചെയ്യാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മീഡിയം പിന്നെ അവിടെ നിൽക്കുകയാണല്ലോ. അപ്പൊ പിന്നെ എന്തായാലും വേവ് ആണ് ആൻസർ വരുന്നത്, വേവ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി 27. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രീക്വൻസി, ഒരു വേവിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ അവർ പറയുന്നത് ഈ വേവ് 50 ക്രസ്റ്റും 50 ട്രഫും ഉണ്ടാക്കിയിട്ടുള്ള, ഇതെന്തോ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡയറക്ട്ലി തന്നേക്കുന്നതാണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ. അതെന്താ നമ്മൾ നോക്കണം. ഓക്കെ, ടൈം ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട്. ഇതെന്തായിരിക്കും? 50 ക്രസ്റ്റും 50 ട്രഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഐഡിയ ആണ് കിട്ടുക? ഒന്ന് ആലോചിക്കുക. ഒരു വേവ് നമ്മൾ പഠിച്ചാണല്ലോ, ഒരു വേവ് ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? ഇവിടെ ഒരു ക്രസ്റ്റ്, ഇവിടെ ഒരു ട്രഫ്, ഒരു സൈക്കിളില് ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രസ്റ്റും അതുപോലെ ഒരു ട്രഫും കൂടി ചേരുന്നതാണ് ഒരു വേവിന്റെ 1 സൈക്കിൾ എന്നുള്ളത്. അപ്പൊ ശരിക്കും അപ്പൊ 50 ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇവിടെ നമ്പർ ഓഫ് സൈക്കിൾ എന്തായിരിക്കും? 50 സൈക്കിൾ ആയിരിക്കും. ഇതുപോലെ 50 എണ്ണം ഉണ്ടായിട്ടുണ്ടാവുന്നല്ലേ അതിന്റെ അർത്ഥം അല്ലെ? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ആണ് ഒരു സൈക്കിൾ എങ്കിൽ 50 ക്രസ്റ്റും 50 ട്രഫും എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടെ ആക്ച്വലി നമ്മളോട് അവർ കൺവേ ചെയ്യുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് സൈക്കിൾ 50 ആണെന്നാണ്. ഇങ്ങനെ ഇൻഡയറക്ട്ലി ചോദിച്ചാലും നമുക്ക് എടുക്കാനായിട്ട് വരാം. അതിനാണ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ യൂസ് ചെയ്യാം. ഇനി നേരെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാന്നുള്ളൂ. എഫ് ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് സൈക്കിൾസ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടുത്തെ നമ്പർ ഓഫ് സൈക്കിൾസ് എത്രയാ? 50. എത്ര സെക്കൻഡിലാണ് 50 സൈക്കിൾ ഇത് ഉണ്ടായത്? 0.5.
ഇവിടെ ഡെസിമൽ വന്നിരിക്കുകയാണ്. ഡെസിമൽ വരുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മേളിലും താഴെ ഒന്ന് ഡെസിമലിനെ കളയാൻ 10ന്റെ പവർ യൂസ് ചെയ്താൽ മതി. ഇവിടെ ഒരു പ്ലേസ് കളയണോണ്ട് നമ്മൾ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 2 പ്ലേസ് മാറ്റാണ്ടായിരുന്നെങ്കിൽ 100 വെച്ച് മൾട്ടിപ്ലൈ. എന്ത് താഴെ ചെയ്താലും അത് മുകളിലും ചെയ്യണം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ മാറിക്കും. അപ്പൊ എന്ത് വരും? 50 × 100 500/5 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഫ്രീക്വൻസി 100 ഹെർട്സ് ആണ്. ചുമ്മാ ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്കി, അര സെക്കൻഡിൽ അല്ലെ, അര സെക്കൻഡിൽ 50 സൈക്കിൾ ഉണ്ടാക്കിയെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടാവും? അതല്ലേ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 100 സൈക്കിൾസ് പെർ സെക്കൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ഹെർട്സ് ആയിരിക്കും. ഇനി നമുക്ക് വളരെ നിസാരം ക്വസ്റ്റ്യൻ ഇനി ബാക്കിയുള്ളൂ. ഒരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടോളൂ. രണ്ട് ക്വസ്റ്റ്യനോടെ നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ളൂ കേട്ടോ. രണ്ടല്ല, 3 ക്വസ്റ്റ്യൻ. ഇതിലൊരു ക്വസ്റ്റ്യൻ ആണേ. ഇവിടെ തന്നിരിക്കുന്ന ഒരു വേവിന്റെ ഫ്രീക്വൻസി അവർ പറഞ്ഞിട്ടല്ലേ. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ഈസ് 35 ഹെർട്സ്. ഹെർട്സിൽ തരുന്നതാണ് ഫ്രീക്വൻസി കേട്ടോ. യൂണിറ്റുകളെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് പോലും നമുക്ക് എടുത്തെഴുതാൻ പറ്റാണ്ട് വരും. ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായിട്ടും യൂണിറ്റ് 35 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണെന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇനി ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350, തന്നിരിക്കുന്ന സ്പീഡാണ് 350 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത ചോദിച്ചത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ്, 2 കോൺസിക്യൂട്ടീവ് ട്രഫ്, എങ്ങനെ വേണമെങ്കിലും അതിനെ പറയാം. 2 കോൺസിക്യൂട്ടീവ് ട്രഫ് എന്ന് പറയാം, ക്രസ്റ്റ് എന്ന് പറയാം, കംപ്രഷൻ എന്ന് പറയാം, റെയർഫാക്ഷൻ എന്ന് പറയാം. എന്താണെങ്കിലും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ലാംഡേനെയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതൊക്കെ കൃത്യമായിട്ട് എഴുതിക്കോളും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് എന്ന് കേട്ടാൽ മനസ്സിലാക്കിയാൽ, ഈ ട്രഫ് എന്ന് കേട്ടാലോ, ലോഞ്ചിൽ അതുപോലെ കംപ്രഷൻ എന്ന് കേട്ടാലോ, റെയർഫാക്ഷൻ എന്ന് കേട്ടാലോ, എന്ത് കേട്ടാലും അത് എന്താന്നൊരു ഐഡിയ ഉണ്ടാവണം. അത് വേവ് ലെങ്ത് ആണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, നൗ വേവ് ലെങ്ത് ഈസ് ഗിവൺ ആസ്, വേവ് ലെങ്ത് ഈസ് ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ട്രഫ് എന്നാണോ ക്രസ്റ്റ്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എന്ത് ചോദിച്ചാലും അത് തന്നെയാണ്. കംപ്രഷൻ എന്നാണ് ചോദിച്ചത്. സോറി, കംപ്രഷൻ. ലാംഡ കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ ഉണ്ടല്ലോ, V = F ലാംഡ. ഇവിടുന്ന് ലാംഡ എങ്ങനെ കണ്ടുപിടിക്കുക? ലാംഡ ഈസ് ഈക്വൽ ടു V/F, ഇതല്ലേ ഇക്വേഷൻ അല്ലെ. ലാംഡ കാണാൻ വേണ്ടി ഇൻറ്റു എഫിനെ അങ്ങോട്ട് ഇടും. ഇൻറ്റു എഫിനെ അങ്ങോട്ട് ഇടുമ്പോൾ എന്താവും? അത് ഡിവൈഡ് ബൈ എഫ് എന്നാവും. V/F ആണ്. V എത്രയാണ്? 350. 350/35 എന്ന് കിട്ടും. 350/35 which is equal to എത്ര വരും? 10 മീറ്റർ. 10 മീറ്റർ. ഇനി അതിന്റെ ബി പാർട്ട് ഒന്ന് നോക്കി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റെയർഫാക്ഷൻ. 2 കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് വേവ് ലെങ്ത് ആണ്, 2 റെയർഫാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ പറയുന്നത്? വേവ് ലെങ്ത്. അതുകൊണ്ട് ഇതും ആക്ച്വലി അവർ ചോദിച്ചേക്കുന്നത് എന്ത് തന്നെയാണ്? വേവ് ലെങ്ത് തന്നെയാണ്. നമ്മൾ പഠിച്ചതാണ്. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എടുക്കുന്ന സമയത്ത് ഇതാണ് കംപ്രഷൻ, ഇതിനെയാണ് റെയർഫാക്ഷൻ, ഇതാണ് കംപ്രഷൻ, ഇതാണ് റെയർഫാക്ഷൻ. ഓക്കെ, അപ്പോ 2 കംപ്രഷന്റെ ഡിസ്റ്റൻസ് ചോദിച്ചാലും 2 റെയർഫാക്ഷനുകളുടെ ഡിസ്റ്റൻസ് ചോദിച്ചാലും നമ്മൾ എന്താന്ന് മനസ്സിലാക്കുക? ലാംഡയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേവിലും 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാലും ലാംഡയാണ്, 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാലും ലാംഡയാണ്. ചിലപ്പോൾ ഈ ലാംഡ ഡയറക്റ്റ് ചോദിക്കാണ്ട് ഇതുപോലെ ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഒരു സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 175 ഹെർട്സ് തന്നിട്ടുണ്ട് അല്ലെ. ഫ്രീക്വൻസി ഈസ് ഗിവൺ ആസ് 175 ഹെർട്സ്. വേവ് ലെങ്ത് തന്നേക്കുന്നത് 2 മീറ്റർ എന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ആണ് നമ്മളോട് കാണാൻ ചോദിച്ചേക്കുന്നത് അല്ലെ. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? V = F ലാംഡ. എഫ് എത്രയാണ്? 175. ലാംഡ 2 മീറ്റർ. അപ്പൊ ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും. ഇനിയാണ് ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇനിയുള്ളതില്
ചിലപ്പോൾ നമ്മൾ സാധാരണ SI യൂണിറ്റ് ആണല്ലോ ഇട്ട് കൊടുക്കേണ്ടത്. ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷെ തരുമ്പോ ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ഉള്ളൂ, ഫ്രീക്വൻസിയും വേവ് ലെങ്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ തരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഫ്രീക്വൻസി ഹെഡ്സിൽ തരാണ്ട് കിലോ ഹെഡ്സിലാണ് തരുന്നത്. ഈ കിലോ ഹെഡ്സിനെ ഹെഡ്സ് ആക്കി മാറ്റാൻ ഒന്നുമില്ല, 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ, അപ്പൊ 1000. അപ്പൊ എന്ത് വന്നു? 2000 ഹെഡ്സ് എന്ന് വന്നു. അതുപോലെ ഇവിടെ വേവ് ലെങ്ത് ലാംഡ തന്നിരിക്കുന്നത് മീറ്ററിലല്ല, സെന്റിമീറ്ററിലാണ്. അപ്പൊ സെന്റിമീറ്ററിൽ തരുന്ന സാധനത്തിനെ മീറ്ററിലേക്ക് ആക്കാൻ 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അവിടെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഈ 100 വെച്ചുള്ള ഡിവിഷൻ എളുപ്പമാണ്. 2 0 അല്ലേ, അപ്പൊ 2 പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി. 0.35 മീറ്റർ. ഓക്കെ, ഇത് നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ തന്നെ V is equal to F into lambda. എന്താ F എന്താ? 2000 ഹെഡ്സ് ആണ്. ലാംഡ എത്രയാ? 0.35. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡെസിമൽ ഇപ്പൊ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ നോർമലി ഡെസിമൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ മൾട്ടിപ്ലൈ ചെയ്തു. 35 into 2 70 അല്ലെ? എത്ര സീറോ ഉണ്ടോ? 1 2 3 1 2 3. ഇനി ചെയ്യേണ്ടത് വെച്ചാല് ഇവിടെ ഡെസിമലിന് ശേഷം 2 പ്ലേസ് ഇല്ലേ, ആ പ്ലേസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലാണ്ട് ഡെസിമലിന് നിങ്ങൾ ഇടങ്ങേറാവേണ്ട കാര്യമില്ല. ഇവിടെ എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ് ഉണ്ട്. കണ്ടാ? അപ്പൊ എന്ത് കിട്ടും? 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് 700 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ വേവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള. അല്ല, ഒരു സെക്കൻഡ് ഇല്ല, കുഴപ്പമില്ല. ഇതിന് മുന്നേ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിന്റെ കൂടെ ചോദിച്ചിട്ടുണ്ട്. യെസ്, അതാണ് ഞാൻ നോക്കിയത്. ഹൗ ഫാർ ദ വേവ് ട്രാവൽ ഇൻ 0.5 സെക്കൻഡ്. ഈ വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്യും, അതിനാണ് ഞാനത് സ്പീഡാണ്, അതിനാണ് നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സ്പീഡ് നേരത്തെ നമ്മൾ കിട്ടിയിട്ടുണ്ട്, വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, അതാണ് ഫൈനൽ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 0.5 സെക്കൻഡ് ആണ്. അതിന് സ്പീഡ് വേണമല്ലോ, അതിന് വേണ്ടി സ്പീഡ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. സ്പീഡ് എത്രയാ? 700 ഇൻറ്റു എത്ര സമയമാണ്? 0.5. ഇത് ഞാൻ പറഞ്ഞ പോലെ നേരെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ 0.5നെ 1/2 എന്നിട്ടാലും കുഴപ്പമില്ല. 700ന്റെ പകുതി എത്രയാ? 350 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുക. ശരിയല്ലേ? 700 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യണ വേവ് പകുതി സെക്കൻഡ് ആകുമ്പോൾ എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? അതിന്റെ പകുതി ട്രാവൽ ചെയ്തിട്ടുണ്ടാവും 350. ഇത് വേണമെങ്കിൽ പല രീതിക്ക് ചെയ്യാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഹാഫ് എന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ 700 × 5 ചെയ്യണം. ഓക്കെ, 700 × 5 ചെയ്യുമ്പോൾ നമുക്ക് 3500 കിട്ടും. എന്നിട്ട് ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി, 350 കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് വേവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. നമ്മൾ പാർട്ട് 6 ഡിസ്കസ് ചെയ്യും.